നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന അലീന മനുവിനുള്ള ചായയൊക്കെ ആയിട്ട് ചെന്നു. പിന്നീട് മനു സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, അതെ എല്ലാ ദിവസവും ഈ ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴേക്കും അലീന ചോദിച്ചു, ഓഹോ അപ്പൊ എന്നെ ഇവിടെ വേലക്കാരിയായിട്ട് നിർത്താനായിട്ടാണോ മനുവേട്ടന്റെ ഭാവം? അങ്ങനെയല്ല, വേലക്കാരിയായിട്ടല്ല, അല്ലാതെ എന്നേക്കുമായിട്ട് ഈ വീട്ടിലേക്ക്. അപ്പോഴേക്കും അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീന പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് എന്താണെങ്കിലും ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു ചോദിച്ചു, പിന്നെയോ? പിന്നെ വരാൻ ഉദ്ദേശമുണ്ടോ? അലീന ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ആലോചിക്കാം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു, മനുവേട്ട ഞാൻ ഇന്ന് കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ പോവാ. അല്ല വൈജാന്റിയെ കൊണ്ട് പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ട്, അതെ അമ്മയുടെ കാര്യം അറിയാലോ, അമ്മ എന്താണെങ്കിലും വരുമെന്ന് തോന്നില്ല. പോരാത്തേന് അച്ഛൻ വന്ന് കാലെ കയ്യെ വീണാലോ വരത്തുള്ളെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ആ വീട്ടിൽ നിന്ന് ഞാൻ പോണം. അമ്മയുടെ ഉദ്ദേശലക്ഷ്യം അതാണ്. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ? ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഞാൻ ആ വീട്ടിൽ നിന്ന് പോകണം. പോവാനോ? എങ്ങോട്ടെന്നൊന്നും അറിയില്ല. ഒരു സ്ഥലവും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല മനുവേട്ട. ഞാൻ കാരണം ആ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനം നശിക്കാൻ പാടില്ല. അതെ അലീന പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ സ്വസ്ഥത സമാധാനം നശിക്കുന്നേ. ഇപ്പൊ തന്നെ ഈ പറയുന്ന ബബിതയ്ക്കും രോഹിത്തിനും ഒക്കെ ഇത്ര മാറ്റം ഉണ്ടാകാൻ കാരണം ആരാ? നീയല്ലേ? നീ ഇല്ലായിരുന്നെങ്കിലോ? പിന്നെ നീ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരുണ്ട്? വൈജാന്റിയുടെ സ്വഭാവം അറിയാലോ, നിന്റെ കൂടപ്പുറപ്പുകളല്ലേ അവര്, രോഹിത്തും ബബിതയൊക്കെ. അറിയാം മനുവേട്ട, പക്ഷെ ഞാൻ കാരണം അമ്മ അങ്ങോട്ടേക്ക് തിരികെ വന്നില്ലെങ്കിൽ രോഹിത്തിൻ്റെ ബബിതയുടെയും കൃഷ്ണമോളുടെയും കാര്യം ഓർത്തു നോക്കി. അവർക്ക് നല്ല സങ്കടമുണ്ട് അവരുടെ അച്ഛനും അമ്മയും ഇങ്ങനെ പിണങ്ങി കഴിയുന്നതിൽ. പക്ഷേങ്കിൽ അതിന് കാരണക്കാരി ഞാനാണ്. എന്നോട് അവർക്കൊന്നും പറയാനും പറ്റില്ല. അപ്പം അവരുടെ മനസ്സ് ഞാൻ കണ്ടറിയണ്ടേ. ഞാൻ പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനുശങ്കർ പറഞ്ഞു, ഇങ്ങനൊരു നീ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല. പിന്നെ അങ്കിളിൻ്റെ കാര്യം ഓർത്തിട്ട് അങ്കിൾ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണം. ചെന്നിട്ട് വേണം. ഇനിയിപ്പം ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെങ്കിൽ അച്ഛനോട് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. മനുവേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി എനിക്ക് വാങ്ങി തരണം. അത് കേട്ടപ്പോൾ മനുവിന് നല്ല സങ്കടമായി. മനുഷ്യങ്കരോട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിതയോടും കൃഷ്ണയോടും രോഹത്തിനോടും ഒക്കെ അലീന എന്ന് കാര്യം പറയണം, ഞാൻ കടപ്പാട്ട് വീട്ടിലേക്ക് പോവാം. അച്ഛൻ അവിടെ തനിച്ചല്ലേ ഉള്ളൂ. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അല്ല അലീനച്ചി പോയിട്ട് വരുമോ? നോക്കട്ടെ, ചിലപ്പോൾ വരാം, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അല്ല അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്നും പറഞ്ഞ് വന്നിട്ട് അത് പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല ഇനിയിപ്പം മാഡം എവിടുന്ന് വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ആ വീട് വിട്ട് പോകണമെന്നല്ലേ പറയണേ. അപ്പം പിന്നെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, എന്ത് തീരുമാനം? അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നീട് മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് പോകുമെന്ന് പറയാനായിട്ട് അലീന പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഇവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിലും എനിക്ക് എത്ര സന്തോഷമായെന്നറിയാവോ? നീ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുഭവിക്കാനുള്ള യോഗമില്ലെന്ന് കൂട്ടിയാൽ മതി. അപ്പോഴേക്കും അലീന പറഞ്ഞു, മുത്തശ്ശിയെ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കും. മുത്തശ്ശിക്ക് ഇനി ആയുസും കാര്യങ്ങളും ഉണ്ട്. മുത്തശ്ശി എഴുന്നേറ്റ് നടക്കും. ഇപ്പം തന്നെ മുത്തശ്ശിക്ക് ഭേദമായില്ലേ? അത് ആരുടെ കൃപ കൊണ്ടാ? നീ ഒറ്റ എഴുത്തി കാരണമാണ് ഞാൻ അന്ന് ഇത്രയെങ്കിലും സുഖപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നേ. നീ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം പണ്ടേ ഞാൻ കുഴിയിലായേനും. അലീന പറഞ്ഞു, അങ്ങനൊന്നും പറയരുത് മുത്തശ്ശി. അപ്പം ഇനി നമുക്ക് വീണ്ടും കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന ഇറങ്ങുന്നത്. അലീന പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈജയന്തിക്കും കമലയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അലീന പോയി. അപ്പം അലീനെ കൊണ്ടുവിടാമെന്നൊക്കെ മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അലീന കേട്ടില്ല. ഞാനിവിടെ നിന്ന് പോയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു. വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. അങ്ങനെ അലീന പോയി കഴിഞ്ഞപ്പോൾ വൈജയന്തി ബബിതയെ മുറിയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, അവൾ എന്ത് പറഞ്ഞിട്ട് പോയി? എന്ത്? അല്ല അവൾ ആ വീട്ടിൽ നിന്ന് പോകാൻ വല്ല ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ? അതോ ഇനിയിപ്പം കടപ്പാട്ട് വീട്ടും കെട്ടിപ്പിടിച്ച് കിടക്കാനാണോ? അമ്മയ്ക്ക് എന്താ അമ്മേ? അമ്മ ഇത്രയൊക്കെ ആയിട്ട് പഠിച്ചില്ലേ? ആലീന ചേച്ചി അവിടെ നിന്നെന്നോർത്ത് അമ്മയ്ക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ എന്ന് സംസാരിക്കട്ടെ ബാലേന്ദ്രനോട്. അവൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതെ അമ്മേ, അമ്മ ഇങ്ങനെ വാശി എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്നെയാണ് നഷ്ടം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഭവിത അങ്ങോട്ട് ഇറങ്ങിപ്പോയി.
വൈജിക്ക് മനസ്സിലായി പണ്ടത്തെ ഭവിതയൊന്നുമല്ല, ഭവിതയ്ക്ക് നല്ല മാറ്റമുണ്ടെന്ന്. ഈ സമയത്ത് അലീന ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് ജ്വല്ലറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആഹാ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനെന്നും പറഞ്ഞുകൊണ്ട് മക്കളെല്ലാവരും കൂടെ ഇവിടുന്ന് പോയിട്ട് എന്തായി കാര്യങ്ങൾ? അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛാ കാര്യങ്ങളൊക്കെ അറിയാലോ, അമ്മയുടെ സ്വഭാവം അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാത്തെ. അവളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല, അത് വരാനും പോകുന്നില്ല. അല്ല അവളുടെ പുതിയ ഡിമാൻഡ് എന്താ? അത് പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം, അച്ഛൻ എന്നെ ഇവിടുന്ന് ഇറക്കി വരണം, പിന്നെ അമ്മയെ പോയി കൂട്ടിക്കൊണ്ട് വരണം അച്ഛൻ. ഓഹോ, എന്തൊരു നല്ല നടക്കാത്ത സ്വപ്നം. അല്ല നീ എങ്ങോട്ട് പോകാനായിട്ടാ? അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടാനോ? എന്ത്? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അച്ഛാ ഞാനിവിടുന്ന് പോയിക്കോട്ടെ, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പം വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത് മാത്രമല്ല പ്രശ്നങ്ങൾ രൂക്ഷമാകാനായിട്ട് സഹായിക്കത്തുള്ളൂ. ഞാനിവിടുന്ന് പോവുകയാണെങ്കിൽ മാഡം ഇങ്ങോട്ടേക്ക് വന്നോളും. ഓ അപ്പം അതാണ് കാര്യം, നിനക്ക് ഇവിടുന്ന് പോകണം. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയുന്നു. അത് പിന്നെ അച്ഛാ അച്ഛൻ്റെ മോളാന്നും പറഞ്ഞല്ലേ ഞാനിവിടെ അറിയപ്പെടുന്നേ. അപ്പം പിന്നെ അച്ഛനല്ലാതെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതെ വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചോളും. ഈ പറയുന്ന വൈജയുടെ ആംഗളമാർക്കറിയാലോ നീ ആരാ എന്താന്നൊക്കെയുള്ള കാര്യം. അച്ഛാ ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത്. എനിക്ക് അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണേ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഈ പറയുന്ന വൈജയുടെ അഹങ്കാരം നിനക്കറിയാലോ എത്രമാത്രമാണ്. അവൾ ഇത്രയായിട്ടും പഠിച്ചിട്ടില്ല, അവൾക്ക് എന്നെ തോൽപ്പിക്കണം, പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വരണം. അവൾ എന്തിനു വേണ്ടി അങ്ങനെ കാണിക്കുന്നത്? അതെന്താളും സംഭവിക്കില്ല. അവൾ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ നീ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല അലീന. നീ ഈ വീട്ടിൽ വേണം, നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീടിങ്ങനെ മുന്നോട്ട് പോകണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛനിങ്ങനെ വാശി പിടിക്കരുത്. ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച ദിവസം അച്ഛൻ ഓർക്കുന്നുണ്ടോ? എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അച്ഛനായിട്ടുള്ളത്, എൻ്റെ സ്വന്തം അച്ഛനെ ഞാൻ കണ്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. അച്ഛനെ പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. പക്ഷേങ്കിൽ ഞാൻ അച്ഛാന്ന് വിളിച്ചിരിക്കുന്ന ഈ അച്ഛനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ ജീവിക്കുന്ന എനിക്ക് കാണണം. ഞാനുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അലീനെ അതെന്താളും നടക്കാൻ പോകുന്നില്ല. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ആരും ഈ വീട്ടിലേക്ക് കയറണ്ട. ബാലേന്ദ്രന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് വിളിച്ചു. കൃഷ്ണമോളും അലീനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച്. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോകാനോ? അലീന ചേച്ചിക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പോകാതെ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലോ? അതെ അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. അമ്മ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ. അലീന ചേച്ചി അങ്ങനെ പോയിട്ട് അമ്മ അങ്ങോട്ടേക്ക് വരണ്ട, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അത് പിന്നെ കൃഷ്ണമോളെ വേണ്ട, അലീന ചേച്ചി കൂടുതലൊന്നും പറയണ്ട. ഓഹോ അപ്പൊ ഇതായിരുന്നു അലീന ചേച്ചിയുടെ ഉദ്ദേശമില്ലേ? അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് നൈസായിട്ട് പോവാനായിട്ട്. അതിനെന്താളും ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല അച്ഛൻ എന്ത് പറയുന്നു? അച്ഛൻ അവിടേക്ക് വന്നിട്ട് വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മേ? ഒരു കാരണവശാലും ഇല്ല. അതെന്താളും വേണ്ട, അമ്മയുടെ അഹങ്കാരം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോൾ എന്ന ബബിതയോടും രോഹിത്തിനോടും ഒക്കെ കാര്യം പറയുന്നുണ്ട്. അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞെന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കും ടെൻഷനായി. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, ഇത് ശരിയാവും തോന്നില്ല ബബിതേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയേക്കാം. അമ്മയ്ക്ക് ഇനി വരാൻ താല്പര്യം ഇല്ലെങ്കിൽ അമ്മ വരണ്ട. അമ്മ വാടക വീട്ടിലേക്കോ എങ്ങോട്ട് വെള്ളം മാറിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളാരും അമ്മയുടെ കൂടെ നിൽക്കാനായിട്ടൊന്നും പോകുന്നില്ല. അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മ എന്തായാലും ചെയ്യട്ടെ. അങ്ങനെ അവർ ആ തീരുമാനം എടുക്കുകയാണ് പോവാനായിട്ട്, തിരികെ കടപ്പാട്ടൂർക്ക് തന്നെ. കാരണം വൈജയന്തി ആണെങ്കിൽ ഒറ്റ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് വൈജയന്തിയോട് ഇന്ന് രോഹിത്തും ബബിതയൊക്കെ സംസാരിക്കുന്നുണ്ട് വരുന്നതിനെ കുറിച്ച്. പക്ഷെ വൈജയന്തി വരത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഇവരുടെ തീരുമാനം പറഞ്ഞു. കുട്ടികൾ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഇനി അമ്മ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരികെ പോയേക്കുക. ഇനി ഞങ്ങൾ അമ്മയെ വിളിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഞങ്ങൾ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇനി വിളിക്കാൻ വേണ്ടി വന്നേക്കരുത്, ഞങ്ങളുടെ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കരുത്, അങ്ങനെയൊക്കെ കുറച്ച് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അത് കേട്ട് ഇനിയിപ്പോൾ വൈജിക്ക് ടെൻഷനായി. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് വൈജയന്തി വീട് വിട്ടു പോയ കാര്യങ്ങളൊക്കെ അറിയണേ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രേവതിക്കുട്ടി പറഞ്ഞ നല്ല കാര്യം, അവരവിടെ ഇല്ലെങ്കിൽ സ്വസ്ഥതയോ സമാധാനം ആയല്ലോ. അലീന പറഞ്ഞു, അങ്ങനെ പറയരുത്, ഒരു ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നേ.
കൃഷ്ണയ്ക്കും ഭവിതയ്ക്കും ഒക്കെ അവരുടെ അച്ഛനും അമ്മയും വേണം. ഞാൻ കാരണം. അതെ, അലീന ചേച്ചിക്ക് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അലീന ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് പോരെ. നമുക്ക് അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞ് എവിടെയെങ്കിലും അലീന ചേച്ചിക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചുതരാം. വെറുതെ എന്തിനാ അവിടെ കിടന്ന് ഈ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ടോണി വന്ന കാര്യം എല്ലാം പറയുന്നുണ്ട്. അലീന പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ആൻറ്റിയുടെ അങ്കിളിൻ്റെ കൊച്ചുമോളെ കണ്ടെത്താനായിട്ട് സാധിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് രേവതിക്കുട്ടി കോള് കെട്ടിയുന്നത്. ഈ സമയത്ത് രോഹിത്ത് മനുവിൻ്റെ അടുത്ത് എന്നിട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മനു പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ആ നല്ല കാര്യം എന്നാ തോന്നുന്നത്. ഇനിയിപ്പോൾ ആൻറ്റി വരുന്നില്ലെങ്കിൽ ആൻറ്റി ഇനി പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. ആൻറ്റിക്ക് സ്വയം മനസ്സാല തോന്നി ആൻറ്റി വരണം. പിന്നെ ഇവിടുത്തെ കാര്യം അറിയാലോ, അമ്മ ആൻറ്റിയും തമ്മിൽ ചേരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ. 10 പാല് കഴിയുമ്പോൾ ആൻറ്റിക്ക് തന്നെ തോന്നും, പിന്നെ വാടക വീട്ടിലേക്ക് പോയാൽ എത്ര കാലം എന്ന് വെച്ചാൽ തനിച്ച് കഴിയുന്നേ, തന്നെ വന്നോളും. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയത്തും രോഹിത്തിൻ്റെ മനസ്സിലൊരു സംശയം, ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അലീന ചേച്ചി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, തൻ്റെ അച്ഛനും അമ്മയെയും കുറിച്ച് തനിക്കറിയാം. പക്ഷേങ്കിൽ അങ്ങനെ ഒരു കാര്യം അലീന ചേച്ചിക്ക് അറിയാമെങ്കിൽ അലീന ചേച്ചി പിന്നെ എന്തുകൊണ്ടായിരിക്കും അവരുടെ അടുത്തേക്ക് പോകാത്തത്? അത് മാത്രമല്ല, അച്ഛൻ്റെ മോളാന്നാ പറഞ്ഞത്. പക്ഷെ തൻ്റെ അച്ഛൻ്റെ മോളല്ല. അപ്പോൾ അലീന ചേച്ചി അച്ഛനും അമ്മയും ആരായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ ഒരു സംശയം. കാരണം ഇപ്പം ഈ പറയുന്ന അങ്കിളാണെങ്കിലും എല്ലാവരും അലീന ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം മാത്രം രോഹിത്തിന് മനസ്സിലായില്ല. ഒരു കാലത്ത് എതിർത്ത് വരുന്നവരാ, പക്ഷെ പെട്ടെന്നാണ് അവർക്ക് മനമാറ്റമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ രോഹിത്ത് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.